ഹലോ, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിതാ നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റൈലിലുള്ള ഉണ്ണിയപ്പം ചൂടാറുണ്ട് അല്ലേ. സാധാരണ നമ്മൾ അരി കുതിർത്ത് അരച്ച് വെച്ചിട്ട് ചൂടാറുണ്ട്, അതേപോലെ തന്നെ അരിപ്പൊടി കലക്കിയിട്ട് ചൂടാറുണ്ട്, അതേപോലെ തന്നെ ഗോതമ്പ് പൊടി ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചൂടാറുണ്ട്. പക്ഷേ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റവ കൊണ്ടുള്ള ഉണ്ണിയപ്പമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. അതേപോലെ തന്നെ മക്കൾക്ക് വൈകുന്നേരത്തിലൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു സ്നാക്കാണ് ഈ റവ ഉണ്ണിയപ്പം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ കറക്റ്റ് 1 കപ്പ് അളവിൽ റവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതേ അളവിൽ തന്നെ 1 കപ്പ് മൈദയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. റവ എത്രയാണോ എടുത്തത് നമ്മൾ അതേ അളവിൽ തന്നെ മൈദയും എടുക്കുക, ഈക്വലായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് അതേ അളവിൽ തന്നെ 1 കപ്പോളം തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പായി പോയതാണ്. പിന്നെ ഒരു 3-4 ഏലക്കായ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 എഗ്ഗാണ്. ഞാൻ 1 കപ്പ് അളവിൽ റവ ആണെങ്കിൽ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഏകദേശം ഒരു 1/2 കപ്പോളം പാല് കൂടെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പാല് കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റവ ആയതുകൊണ്ട് ഒരുപാട് അരഞ്ഞു കിട്ടാനല്ല, പക്ഷേ ഈ പഞ്ചസാരയും മുട്ടയും പാലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നത് വരെ ഇതേപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മുടെ ആ ഒരു വാട്ടർ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു അളവിലായിരിക്കണം കിട്ടേണ്ടത്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് നമ്മുടെ ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ടെക്സ്ചറാണ് ഈ മാവ് വേണ്ടത്. അപ്പം പാലതിനേക്കാൾ കൂടുതൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ, നല്ല തിക്കായിട്ടാണ് മാവ് ഉള്ളത് എങ്കിൽ എന്താണ് കുറച്ചുകൂടെ പാലിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരവിയതാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ണിയപ്പത്തിന് തേങ്ങാക്കൊത്താണ് നെയ്യിൽ മൂപ്പിച്ച് ചേർക്കുന്നത്. ഇതിൽ ഞാൻ തേങ്ങ ചിരവിയത് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്ത എള്ളാണ്. വെളുത്ത എള്ള് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അളവിൽ വെളുത്ത എള്ള് ചേർക്കുന്നുണ്ട്. മറ്റേ ഉണ്ണിയപ്പത്തിൽ നമ്മൾ കറുത്തതാണ് അല്ലേ ചേർക്കാറ്, അതിന് പകരമായിട്ട് ഇതിലേക്ക് ഞാൻ വൈറ്റ് എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അളവിലാണ് ചേർത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് അളവ് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഓൾറെഡി നല്ല സോഫ്റ്റ് ആയിരിക്കും മാവ്, അതേപോലെ തന്നെ പൊന്തി വരികയൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആ തേങ്ങയും അതേപോലെ തന്നെ എള്ളൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതല്ല നമുക്ക് സമയമില്ല, നമ്മൾ അപ്പോൾ തന്നെ ചുട്ടെടുക്കാനാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് അപ്പോൾ തന്നെ ചുട്ടെടുത്താലും നല്ല ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കിയാൽ റവ ആയതുകൊണ്ട് മാവ് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ടുണ്ടാവും. കറക്റ്റ് ഒന്ന് ഇളക്കി നോക്കാം, എങ്ങനെയാണ് പരുവം നോക്കാം. ഇതാ കുറച്ചുകൂടെ നേരത്തെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിലും കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യമാണെങ്കിൽ വളരെ കുറച്ച് ആവശ്യത്തിനനുസരിച്ച് മാത്രം കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ല പാലാണ് ആഡ് ചെയ്യുന്നെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാവൊരു കുറച്ചുകൂടെ ലൂസായി കിട്ടണം. അപ്പോൾ ഇതാ മാവിൻ്റെ പരുവം നോക്കിയാൽ ഈ ഒരു അളവിലാണ് നമുക്ക് മാവുണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ ഇതാ ഞാൻ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റിഫൈൻഡ് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്.
അങ്ങനെ ഇതാ നമ്മുടെ എണ്ണയൊക്കെ നല്ല പോലെ തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല പോലെ തന്നെ ചൂടായിട്ടുണ്ടാവണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നല്ല ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താലും മതിയാവുന്നതാണ്. അങ്ങനെ ഇതാ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഒരു ഭാഗം വെന്ത് പൊങ്ങി വരുന്നുണ്ട്, എണ്ണയിൽ നിന്നും പൊങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിത് മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശമൊക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ റവ ഉണ്ണിയപ്പം ഏകദേശം നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് മെല്ലെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ ഇതാ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമ്മുടെ റവ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതേപോലെയുള്ള മറ്റൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അസ്സലാമു അലൈക്കും.